പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധ ധന്യമായ തിരുനാമം ഈ രാവിലെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ക്രിസ്തുയേശു നാമത്തിൽ വന്ദനം ചെയ്യുന്നു. നാം വായിച്ച സങ്കീർത്തനത്തിലേക്ക് വേഗത്തിൽ നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നമുക്കെല്ലാം പരിചിതമായ ഒരു സങ്കീർത്തനമാണല്ലോ വായിച്ചത്, സാം 138. ഈ സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ടിൽ, അതിൻ്റെ ടൈറ്റിലിൽ അത് എന്തുദ്ദേശത്തിലാണ് അത് എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ദിസ് ഈസ് എ താങ്ക്സ് ഗിവിങ് സാം. ഇതൊരു നന്ദി അർപ്പണത്തിൻ്റെ സ്തോത്രയാഗം അർപ്പിക്കുന്ന ഒരു സങ്കീർത്തനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ദാവീദാണ് ഈ സങ്കീർത്തനം രചിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആലയത്തിൽ ചെയ്യുന്ന ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക്, ദൈവം ചെയ്ത നന്മകൾക്ക് ദൈവസന്നിധിയിൽ നന്ദി അർപ്പിക്കുന്ന വളരെ മനോഹരമായ ഒരു സങ്കീർത്തനമാണ് 138 സങ്കീർത്തനം. സ്തോത്രം. ഇത് സ്തുതികളാൽ മുഖരിതമായിരിക്കുന്ന, സ്തുതികളാൽ നിറഞ്ഞിരിക്കുന്ന ഒരു സങ്കീർത്തനമാണെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ആ സ്തുതിയോടെ ബന്ധത്തിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പ്രാരംഭത്തിലൊന്ന് വെക്കാനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. സ്തോത്രം. ഈ സങ്കീർത്തനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, എങ്ങനെയാണ് നാം ദൈവത്തെ സ്തുതിക്കേണ്ടത്? ഹൗ ടു പ്രൈസ് ഗോഡ്. എങ്ങനെയാണ് ദൈവത്തെ നാം സ്തുതിക്കേണ്ടത്? അതിൻ്റെ ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത്? എങ്ങനെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത്? എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്? ഹാഫ് ഹാർട്ടഡ്ലി അല്ല, ഹോൾ ഹാർട്ടഡ്ലി, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ വേണം ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവും ഇത് തന്നെയാണ് നമ്മോട് ആവശ്യപ്പെട്ടത്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ വേണം സ്നേഹിപ്പാൻ, അല്ലെങ്കിൽ ആരാധിപ്പാൻ, അവനെ മഹത്വപ്പെടുത്താൻ. നമ്മുടെ ആരുടെയും ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ആരെങ്കിലും എന്തെങ്കിലും ലെഫ്റ്റ് ഓവേഴ്സ് കൊണ്ട് തന്നാൽ നമ്മളത് സ്വീകരിക്കൂ? നോ, നമ്മളത് സ്വീകരിക്കാറില്ല. ഏതെങ്കിലും രാജാക്കന്മാർക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും അധികാരസ്ഥന്മാർക്കോ നമ്മൾ ലെഫ്റ്റ് ഓവേഴ്സ് കൊണ്ട് കൊടുക്കാറില്ല. ഉണ്ടോ? ഇല്ല. സ്തോത്രം. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവ് രാജാതി രാജാവാണ്, അവൻ കർത്താതി കർത്താവാണ്. ആമേൻ. സ്തോത്രം. അവന് കൊടുക്കേണ്ടതെല്ലാം മുഴുവനായിട്ട് കൊടുക്കണം. അങ്ങനെയെങ്കിൽ ആമേൻ, നമ്മുടെ ഹൃദയവും നമ്മുടെ ജീവിതവും നമ്മുടെ ജീവിതത്തിൻ്റെ സമയവും എന്തൊക്കെയാണെങ്കിലും അതെല്ലാം കർത്താവിന് പൂർണ്ണതയായി കൊടുത്തെങ്കിൽ മാത്രമേ ആരാധന പൂർണ്ണമാകുകയുള്ളെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. സ്തോത്രം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് നാം ദൈവത്തെ സ്തുതിക്കുന്നത്? ഫോർ വാട്ട് ആർ ഓൾ റീസൺസ് വി മസ്റ്റ് പ്രൈസ് ഗോഡ്. എന്തൊക്കെ കാരണങ്ങളാണ് ദൈവത്തെ സ്തുതിപ്പാനായിട്ട് ഇതിനകത്തുള്ളത്? തുടർന്നുള്ള നിമിഷങ്ങൾ നമ്മൾ അല്പമായി അത് ചിന്തിക്കാനായിട്ട് പോകും. എങ്കിലും ഒരു വാക്യത്തെ ഒന്ന് തൊട്ടിട്ട് ഞാൻ വേഗത്തിൽ ആ ഡീറ്റെയിലേക്ക് കടക്കാനായിട്ട് കർത്താവിൽ ശരണപ്പെടുകയാണ്. സ്തോത്രം. ആ വാക്യത്തിനകത്ത്, രണ്ടാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെ എഴുതുന്നുണ്ട്: നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം തിരുനാമത്തിന് സ്തോത്രം ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്? വൈ വി ആർ പ്രൈസിങ് ഗോഡ്? എന്തുകൊണ്ടാണ് നാം ദൈവത്തെ സ്തുതിക്കുന്നത്? ദൈവത്തിൻ്റെ ദയ നിമിത്തം. ദൈവത്തിൻ്റെ ദയയെപ്പറ്റി ഒത്തിരി വാക്യങ്ങൾ റെഫറൻസ് ആയിട്ട് നമുക്ക് തിരുവചനത്തിനകത്ത് കാണാനായിട്ട് കഴിയും. സ്തോത്രം. ദൈവത്തിൻ്റെ ദയ അത് നിരന്തരമാകുന്നു. ഇന്ന് രാവിലെയും ആ ദയ നിരന്തരമായി നമ്മോട് കൂടെയുണ്ട്. സ്തോത്രം. ദൈവത്തിൻ്റെ ദയ അത് എന്നേക്കുമുള്ളത്. 136 സങ്കീർത്തനം 136 സങ്കീർത്തനം പഠിക്കുമ്പോൾ ഉടനീളം നമ്മൾ അതിനകത്ത് റെസ്പോൺസിബിളി വായിക്കുന്ന ഒരു കാര്യമുണ്ട്: ഹിസ് മേഴ്സി എൻഡ്യൂറത്ത് ഫോർ എവർ. അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ്റെ ദയ തീർന്നു പോകാത്തതാണ്. സ്തോത്രം. തിരുവചനത്തിനകത്ത് പിന്നെ കാണുന്നു, അവൻ്റെ ദയ ആകാശത്തോളം എത്തുന്നു. അവൻ്റെ ദയ നമ്മിൽ നിന്ന് എടുത്തു കളയുന്നില്ല. അവൻ്റെ ദയ എത്ര വലിയതാണ്! ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ ഈ ദയ ചുറ്റിക്കൊള്ളുന്നു. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഈ അനുഭവങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലും ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, ആമേൻ, സ്തോത്രം, ഇന്ന് രാവിലെ നാം ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കടപ്പെട്ടവരാണ്. രണ്ടാമത്തെ ഘടകം, സെക്കൻഡ് തിങ്, ഫെയ്ത്ത്ഫുൾനെസ് ആണ്. ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. എന്തുകൊണ്ടാണ് നാം ദൈവത്തെ സ്തുതിക്കേണ്ടത്? ദൈവത്തിൻ്റെ വിശ്വസ്തത നിമിത്തമാണ്. സ്തോത്രം. തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്ന അവൻ്റെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു. രണ്ടാമത്തെ കാര്യം, വിശ്വസ്തത. അവൻ്റെ വിശ്വസ്തത നമുക്ക് പരിചയമാണ്, നമുക്ക് പലകയാണ്. അവൻ്റെ വിശ്വസ്തത തലമുറയോളം ഇരിക്കുന്നു. ഇന്ന് രാവിലെ ഇവിടെ ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് പറയാൻ കഴിയും, നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കോ ഒന്നുമില്ല നമ്മുടെ മാതാപിതാക്കളോട്, ആമേൻ, സ്തോത്രം, നമ്മുടെ പൂർവികരോടൊക്കെ ദൈവം കാണിച്ച വിശ്വസ്തതയാണ് നാം അനുഭവിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും. ആമേൻ, സ്തോത്രം. അടുത്ത കാര്യം, അവൻ വിശ്വസ്തത കാക്കുന്ന ദൈവമാണ്. പലപ്പോഴും നമ്മൾ അവിശ്വസ്തരായി തീരാറുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവൻ്റെ വിശ്വസ്തത അവൻ കാക്കുന്ന ദൈവമാണ്. അവൻ വിശ്വസ്തനാണ്. അവൻ വാക്ക് പറഞ്ഞിട്ട് മാറുന്ന ദൈവമല്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ എത്രയെത്ര കാരണങ്ങളുണ്ട്. അവൻ്റെ ദയ തീർന്നു പോകാത്തതാണ്, അവൻ്റെ വിശ്വസ്തത മാറ്റമില്ലാത്തതാണ്. ഈ കാരണങ്ങൾ നിമിത്തം നാം ഇന്ന് രാവിലെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഇനി ദാവീദ് ഈ ദൈവത്തിൻ്റെ മഹത്വം, എന്തുകൊണ്ട് താൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്നുള്ളത്, ആ ദൈവത്തിൻ്റെ മഹത്വത്തെ ഈ സങ്കീർത്തനങ്ങളിൽ ഉടനീളം അല്ലെങ്കിൽ ഇതിനകത്ത് അന്തർലീന അല്ലെങ്കിൽ അതിനകത്ത് എഴുതി വച്ചിരിക്കുകയാണ്. അതെന്താണെന്ന് നമ്മളൊന്ന് വേഗത്തിൽ പരിശോധിക്കാനായിട്ട് പോവുകയാണ്. ഫസ്റ്റ് തിങ്,
ഹൂ ഇസ് ഗോഡ് ടു മാൻ ഇൻ ദിസ് സാം. ദൈവം മനുഷ്യന് ഈ ദൈവം ആരാകുന്നു, അല്ലെങ്കിൽ സങ്കീർത്തനക്കാരന് അല്ലെങ്കിൽ ഭക്തന് ഈ ദൈവം ആരാണെന്നാണ് നാം ഇനി ചിന്തിക്കാനായിട്ട് പോകുന്നത്. സ്തോത്രം. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഹീ ഹു ഡിസേർവ്സ് ഹോൾ ഹാർട്ടഡ് വർഷിപ്പ്. പൂർണ്ണ ഹൃദയത്തോടെയുള്ള ആരാധന സ്വീകരിപ്പാൻ നമ്മുടെ ദൈവം യോഗ്യനാണ്. നമ്മുടെ ദൈവം ആരാണ്? പൂർണ്ണ ഹൃദയത്തോടെയുള്ള ആരാധന സ്വീകരിപ്പാൻ അവൻ യോഗ്യനാണ്. ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നത്, ദേവന്മാരുടെ മുമ്പാകെ ഞാൻ നിന്നെ കീർത്തിക്കും. ദേവന്മാരെന്ന് പറയുന്നത് എർത്ത്ലി റൂളേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ലോക്കൽ ഗോഡോ അല്ലെങ്കിൽ ട്രൈബൽ ഗോഡ്സോ ഒക്കെ ആയിരിക്കാം. പക്ഷേ അവരൊക്കെ അവിടെ ഉണ്ടെങ്കിലും ദാവീദിനെ ആരാധിക്കാൻ ഒറ്റ ദൈവമേ ഉള്ളത്, തന്നെ വിളിച്ച ജീവനുള്ള ദൈവമാണ്. ഇന്ന് രാവിലെ നമ്മുടെ ദൈവം അവൻ ആരാധന കൊതിയനല്ല, അവൻ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമാണ്. അവൻ സ്തുതികൾക്ക് യോഗ്യനായ ദൈവമാണ്. അവൻ സ്തുതികളിന്മേൽ വസിക്കുന്ന ദൈവമാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ കൊത്തിയുണ്ടാക്കി ജീവൻ നൽകിയ ദൈവത്തെ അല്ല നാം ആരാധിക്കുന്നത്, നമുക്ക് ജീവൻ നൽകിയ ദൈവത്തെ ഇന്ന് രാവിലെ ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദൈവത്തെ മഹത്വപ്പെടുത്താൻ രണ്ടാമത്തെ കാരണം അതിനകത്ത് പറയുന്നത്, ആമേൻ സ്തോത്രം, അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവനായതുകൊണ്ടാണ്. ആ വാക്യത്തിനകത്ത് ഇങ്ങനെ നാം വായിക്കുന്നത്, നിന്റെ നാമത്തിന് മീതെയൊക്കെയും നീ നിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു. നീ നിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു. എന്തു വെച്ചാൽ ഈ വാഗ്ദാനം മഹിമപ്പെടുത്തുന്നത്? തൻ്റെ നാമനിമിത്തമാണ് വാഗ്ദാനം മഹിമപ്പെടുത്തുന്നത്. സ്തോത്രം. അവൻ്റെ നാമം അത് വിശ്വസ്ത നാമമാണ്, അത് മാറ്റമില്ലാത്ത നാമമാണ്. ദൈവത്തിന് ഒത്തിരി നാമങ്ങൾ തിരുവചനത്തിനകത്ത് നാം കാണാനായിട്ട് കഴിയും. ആ നാമങ്ങളോടുള്ള ബന്ധത്തിലെല്ലാം ദൈവം വിശ്വസ്തനാണ്. രണ്ട് മൂന്നെണ്ണം ഞാൻ വേഗത്തിൽ പറയാം. ആമേൻ സ്തോത്രം. അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. അവൻ യഹോവ ഇരയാണ്. അവൻ നമ്മെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. അവൻ യഹോവ റാഫയാണ്. അവൻ നമുക്ക് സമാധാനം നൽകുന്ന ദൈവമാണ്. അവൻ യഹോവ ശാലോമാണ്. ആമേൻ സ്തോത്രം. അവൻ നമുക്ക് ജയക്കൊടി ഒരുക്കുന്ന ദൈവമാണ്. അവൻ യഹോവ നിസ്സിയാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ നോക്കിയ തിരുവചനത്തിലുടനീളം നമ്മുടെ കർത്താവിൻ്റെ ഒത്തിരി നാമങ്ങളെ നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളുടെ ഘട്ടങ്ങളിൽ, ആമേൻ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ അവൻ ആ നാമത്തെ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുന്ന ദൈവമാണ്. നമ്മുടെ ആവശ്യങ്ങളിൽ അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. നമ്മുടെ രോഗശൈലിയിൽ അവൻ നമുക്ക് റാഫയായി വെളിപ്പെടുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ അസന്നിഗ്ധ ഘട്ടങ്ങളിൽ അവൻ നമുക്ക് നിസ്സിയായി വെളിപ്പെടുന്ന ദൈവമാണ്. ആമേൻ സ്തോത്രം. നമ്മൾ ആകുലപ്പെടുന്ന വേളകളിൽ, നമ്മൾ നിരാശപ്പെട്ടിരിക്കുന്ന വേളകളിൽ, സമാധാനമില്ലാതിരിക്കുന്ന സമയങ്ങളിലൊക്കെ അവൻ നമുക്ക് ശാലോമായി വെളിപ്പെടുന്ന ദൈവമാണ്. അതത് സമയങ്ങളിലാണ് ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നത്. നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ദൈവം തൻ്റെ ആട്രിബ്യൂട്ട്സ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. മോറിയ മല കയറുന്ന ആമേൻ അബ്രഹാമിന് വേണ്ടുന്നത് ഒരു കരുതലിൻ്റെ അനുഭവമാണെങ്കിൽ അവൻ അവിടെ യഹോവ ഇരയായി വെളിപ്പെട്ടു. ആമേൻ മാറയുടെ അനുഭവത്തിൽ നിൽക്കുന്ന ഇസ്രായേൽ മക്കൾക്ക് ആമേൻ സ്തോത്രം വേണ്ടുന്നത് ഒരു സൗഖ്യത്തിൻ്റെ അനുഭവമാണെങ്കിൽ അവൻ അവിടെ യഹോവ റാഫയായി വെളിപ്പെട്ടെങ്കിൽ, ഇന്ന് രാവിലെ നിങ്ങൾ കടന്നു പോകുന്ന ഏത് അനുഭവമാകട്ടെ, വാട്ട് എവർ ഇറ്റ് മേ ബി, വാട്ട് എവർ സിറ്റുവേഷൻസ് യു ആർ ഗോയിങ് ത്രൂ, ആ സിറ്റുവേഷൻസിനകത്ത് അവൻ ആ അനുഭവമായി വെളിപ്പെട്ടു വരുന്ന ദൈവമാണ്. ആമേൻ സ്തോത്രം. ഓരോ മനുഷ്യർക്കും ഓരോ കഴിവാണ്, ഓരോരുത്തർക്കും ഓരോ സ്കിൽസാണ്. ആ സ്കില്ലിൽ മാത്രമാണ് അവർ പെർഫോം ചെയ്യുന്നത്. അതിനനുസരിച്ച് മാത്രമേ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. പക്ഷെ നമ്മുടെ ദൈവം ഏതെങ്കിലും ഒരു സ്കില്ല് മാത്രം ഉള്ളവനല്ല. ആമേൻ സ്തോത്രം. അവൻ സകലത്തിനും മതിയായ ദൈവമാണ്. ഇന്ന് രാവിലെ ഇവിടെ ഒരു 80-90 പേര് ഇതിൽ ഉണ്ടായിരിക്കാം. ഈ 80 പേരുടെ 90 പേരുടെ ആവശ്യങ്ങളും വിഷയങ്ങളും വ്യത്യസ്തമായിരിക്കാം. പക്ഷെ ഓരോരുത്തരുടെയും വിഷയം അറിഞ്ഞ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നവനാണ് എൻ്റെ നിങ്ങളുടെയും ദൈവം. അവൻ വാക്ക് പറഞ്ഞിട്ട് മാറുന്ന ദൈവമല്ല. കർത്താവ് തന്നെ പറഞ്ഞ ആകാശവും ഭൂമിയും മാറിപ്പോകും, പക്ഷെ എൻ്റെ വായിൻ്റെ വചനങ്ങളോ അതൊരു നാളും മാറിപ്പോകുകയില്ല. ഇന്ന് രാവിലെ നാം ആശ്രയിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദത്തം ഏതാണെന്ന് ചോദിച്ചാൽ ഈ ദൈവത്തിൻ്റെ വചനമാണ്. സ്തോത്രം. ഭക്തൻ്റെ ജീവിതത്തിൻ്റെ നിർണായക ഘട്ടങ്ങളിലെല്ലാം നമുക്ക് ആശ്രയിപ്പാനും ആശ്വസിപ്പാനും കഴിയുന്നത് ഈ വചനമാണ്. ഈ വചനത്തിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരുത്തില്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന സകല സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റാൻ അവൻ വിശ്വസ്തനായ ദൈവമാണ്. അപ്പോൾ അവൻ പ്രോമിസ് കീപ്പറാണ്. നമ്മുടെ ജീവിതത്തിൽ അവൻ വാഗ്ദാനങ്ങളെ കീപ്പ് ചെയ്യുന്ന ദൈവമാണ്. സ്തോത്രം. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് സ്തോത്രം 3-ാം വാക്യത്തിൽ, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി. അവർ ഗോഡ് ഈസ് എ പ്രെയർ ആൻസറിങ് ഗോഡ്. നമ്മുടെ ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളുന്ന ദൈവമാണ്. ഒത്തിരി ആളുകൾ ദൈവങ്ങളുടെ മുമ്പിൽ പോയി, ദേവന്മാരുടെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ പ്രാർത്ഥനയ്ക്ക് അവർ ഉത്തരമരുളുമെന്ന് അറിയത്തില്ല. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയും, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ എനിക്ക് ഉത്തരമരുളിയവനെ ഇന്ന് രാവിലെ ഞാൻ ഉയർത്തുന്നത്, ഞാൻ സേവിക്കുന്നത്. സ്തോത്രം. ആമേൻ. തിരിച്ച് പ്രതികരിക്കാൻ കഴിയാത്ത, തിരിച്ചനങ്ങാൻ കഴിയാത്ത ആമേൻ ഒരു ദൈവത്തെയല്ല ഞാനും നിങ്ങൾ സേവിക്കുന്നത്. നമുക്ക് വേണ്ടി പ്രതികരിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. നമുക്ക് വേണ്ടി ഉത്തരമരുളുന്നൊരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്.
65 സങ്കീർത്തനം നാം ഇങ്ങനെ വായിക്കുന്നു, പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ സകല ജഡവും നിന്റെ അടുക്കിലേക്കാണ് വരുന്നത്. കാരണം അവനാണ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. അവൻ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം മാത്രമല്ല, അവൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളുന്ന ദൈവം കൂടെയാണ്. നമ്മുടെ ജീവിതത്തോട് നമുക്ക് ചോദിക്കാം, എത്രയോ നിർണായക ഘട്ടങ്ങൾ നാം ദൈവത്തോട് പ്രാർത്ഥിച്ചു. നമുക്ക് ഉത്തരം കിട്ടാത്ത എത്രയോ മേഖലകൾക്കകത്ത് നാം ദൈവത്തോട് ചോദ്യം ചോദിച്ചപ്പോൾ അതിനെല്ലാം അവൻ ഉത്തരവുമായി ഇറങ്ങി വന്ന ദൈവമാണ്. ഇന്ന് രാവിലെ ഇതിനകത്ത് ചോദ്യമായിട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടായിരിക്കാം. ഇന്നലകളിൽ ഉത്തരം തന്ന ദൈവം സ്തോത്രം ഇന്ന് രാവിലെ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ മതിയായ ദൈവമാണ്. ഇനിയൊരു കാര്യം ഇങ്ങനെ സംഭവിക്കുമോ എന്നുള്ളൊരു വലിയ ചോദ്യമായിരിക്കാം നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ട് നിൽക്കുന്നത്. ഒരു വളഞ്ഞു നിൽക്കുന്ന ക്വസ്റ്റ്യൻ മാർക്കായിരിക്കാം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പക്ഷേ ആ വളഞ്ഞു നിൽക്കുന്ന ക്വസ്റ്റ്യൻ മാർക്കിനെ എക്സ്ക്ലമേഷൻ മാർക്കാക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങൾ സേവിക്കുന്നത്. നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത, നമ്മുടെ ചിന്തകൾക്ക് അതീതമായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അവൻ ഉത്തരമുള്ള ദൈവം മാത്രമല്ല, ചില സന്ദർഭങ്ങളിൽ അവൻ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവം കൂടെയാണ്. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്ന് അവനെങ്കിലേക്ക് ചാഞ്ഞു, അവൻ എൻ്റെ നിലവിളി കേട്ടു, അവൻ എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന ദൈവമാണ്. അവൻ ഇറങ്ങി വരുന്ന ദൈവമാണ്. ഇവിടുത്തെ രാജാക്കന്മാരോടൊക്കെ ചെന്നൊരു വിഷയം പറഞ്ഞാൽ അവരാരെയിലൊക്കെ ഏൽപ്പിച്ച് വെച്ച കാര്യങ്ങൾ കഴിഞ്ഞ് പോകും. പക്ഷെ നമ്മുടെ ദൈവം അങ്ങനെയല്ല, ആരെയും ഏൽപ്പിക്കുന്നവനല്ല. അവൻ ഇറങ്ങേണ്ടടുത്ത് അവൻ ഇറങ്ങുക തന്നെ ചെയ്യും. ഇന്ന് രാവിലെ സ്തോത്രം നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയാണോ കർത്താവ് ഇറങ്ങേണ്ടത്, കർത്താവ് ഇറങ്ങി ഇടപെടേണ്ടത്, പ്രവർത്തിക്കേണ്ടത്, അവിടെ ഇറങ്ങാൻ കഴിയുന്ന, അവിടെ ഇറങ്ങാൻ മനസ്സുള്ളൊരു ദൈവത്തെയാണ് ഇന്ന് രാവിലെ ഞാൻ നിങ്ങൾ സേവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം അരുളുന്ന ദൈവം. ഹീസ് എ പ്രയർ ആൻസറിങ് ഗോഡ്. അടുത്തത് 4-ാം വാക്യം, യഹോവേ ഭൂമിയിലെ സകല രാജാക്കന്മാരും നിന്റെ വായിൻ വചനങ്ങളെ കേട്ടിട്ട് നിനക്ക് സ്തോത്രം ചെയ്യും. ഓക്കെ, സാധാരണ രാജാക്കന്മാർക്കാണ് വാഴ്ത്തുപാട്ടുകൾ കേൾക്കുന്നത്, അല്ലേ? രാജാക്കന്മാരെയാണ് ഇവിടുത്തെ വിദൂഷകന്മാരിരുന്ന് വാഴ്ത്തി പാടാറുള്ളത്. ഇവിടുത്തെ പൊളിറ്റിക്കൽ അണികളെല്ലാം അവരുടെ നേതാക്കന്മാർക്കാണ് ജയ് വിളിക്കുന്നത്. പക്ഷേ സ്തോത്രം, നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത, ഈ ജയ് വിളിക്കുന്ന രാജാക്കന്മാരും അവനെയാണ് വിളിച്ചപേക്ഷിക്കുന്നത്. സ്തോത്രം, ഈ ലോകത്തൊക്കെ എത്രയോ രാജാക്കന്മാർ കാണും, എത്രയോ പ്രഭുക്കന്മാർ കാണും, കിരീടം വെക്കാത്ത രാജാക്കന്മാർ കാണും. പക്ഷേ അവരെല്ലാം കിരീടങ്ങൾ താഴെയിട്ട് ആരാധിക്കുന്ന ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, സകല മുഴങ്കാലും അവൻ്റെ മുമ്പിൽ മടങ്ങും. സകല മുഴങ്കാലും അവൻ്റെ മുമ്പിൽ മടങ്ങും. അങ്ങനെയെങ്കിൽ നമ്മുടെ മുഴങ്കാലും അവൻ്റെ മുമ്പിൽ മടങ്ങും. സ്തോത്രം, ഇവിടെ നമ്മൾ വിളിച്ചിരിക്കുന്നത് അവൻ്റെ മുമ്പിൽ മുഴങ്കാൽ മടക്കാനാ. സ്തോത്രം, മുഴങ്കാൽ മടക്കേണ്ട സമയത്ത് നാം മുഴങ്കാൽ മടക്കിയാൽ സ്തോത്രം ഞാൻ ചിലയിടങ്ങളിൽ പതറിപ്പോകത്തില്ല. സ്തോത്രം, ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ, ലൂക്കോസിൻ്റെ സുവിശേഷത്തിലൊക്കെ യേശു ഗതസമനയിൽ പ്രാർത്ഥിക്കുന്ന ഒരു സന്ദർഭം നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരു ഭാഗത്ത് എഴുതിയിരിക്കുന്ന അവൻ ദൈവത്തിൻ്റെ മുമ്പിൽ വീണെന്ന് എഴുതിയിരിക്കുന്നു, അല്ലേ? അവൻ കവിണ്ണു വീണു. സ്തോത്രം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്, പിതാവിൻ്റെ മുമ്പിൽ കവിണ്ണു വീണാൻ കഴിയുമെങ്കിൽ നമുക്ക് കഴിയത്തില്ലേ? നമ്മളത് ചെയ്യേണ്ടതില്ലേ? എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയാം. അവൻ മുട്ടുമടക്കേണ്ടവൻ്റെ മുമ്പിൽ, വീഴേണ്ടവൻ്റെ മുമ്പിൽ വീണത് കൊണ്ട് ഒരു രാജാക്കന്മാരുടെ മുമ്പിൽ മുട്ടുമടക്കാൻ ദൈവം അവനെ അനുവദിച്ചില്ല. സ്തോത്രം, ഒരു സന്ദർഭത്തിൽ എനിക്ക് തോന്നുന്നു ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാണെന്ന് തോന്നുന്നു, ഈ പടയാളികളും ചേവകന്മാരും എല്ലാം യേശുവിനെ പിടിക്കാനായിട്ട് കടന്നു വരുമ്പോൾ സ്തോത്രം അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നീയാണോ യേശു? യേശു പറഞ്ഞ മറുപടി, ഞാനാകുന്നു. ഉടനെ എന്നാ സംഭവിച്ചെന്നറിയാമോ? അവർ പുറകോട്ട് വീണെന്ന് എഴുതിയേക്കുന്നത്. സ്തോത്രം, യേശുവിനെ പിടിക്കാൻ വന്നവരാണ്. അവർക്ക് എന്നാ സംഭവിച്ചു? അവർ പുറകോട്ട് മറിഞ്ഞു വീഴാനായിട്ട് വന്നു. യേശുവിനെ പിന്നെ പിടിച്ചു എന്നൊക്കെ ഉള്ളത് സത്യമാണ്. പക്ഷേ അവിടെ നമുക്ക് നൽകുന്നൊരു പാഠമുണ്ട്. എത്ര വലിയ ശക്തികൾ അന്ധകാരത്തിൻ്റെ മറവിൽ നിന്നെ പിടിക്കാൻ വന്നെങ്കിലും സ്തോത്രം, നീ പ്രാർത്ഥനാമുറിയിൽ വീണിട്ട് എഴുന്നേറ്റവനാണെങ്കിൽ, പ്രാർത്ഥനാമുറിയിൽ മുഴങ്കാൽ മടക്കിയിട്ട് എഴുന്നേറ്റവരാണെങ്കിൽ നിന്റെ മുമ്പിൽ വീഴാത്ത ഒരു ശക്തിയുമില്ല. അവരെത്ര ആയുധധാരികളായാലും, എത്ര ശക്തന്മാരായാലും, എത്ര കരുത്തന്മാരായാലും പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിൽ ലോകശക്തികൾ വീണിരിക്കും. അത് നിശ്ചയമാണ്. സ്തോത്രം, രാജാക്കന്മാർ വീണിരിക്കും. സ്തോത്രം. അടുത്ത കാര്യം, 5-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവൻ ഉന്നതനാണെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്ന ദൈവമാണ്. ഗോഡ് ഈസ് ദ ഗോഡ് ഹു ഹോണേഴ്സ് ദ ഹംബിൾ. താഴ്മയുള്ളവനെ ഓണർ ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് രാവിലെ ഞാനും നിങ്ങളും സേവിക്കുന്നത്. നമ്മുടെ ദൈവം മാജസ്റ്റിക്കാണ്. ഹീസ് സോവറൈൻ, ഹീസ് ഇറ്റേണൽ. സ്തോത്രം, ഹീസ് ഗ്ലോറിയസ്. അതെല്ലാം ശരിയാണെങ്കിലും സ്തോത്രം, അവൻ താഴ്മയുള്ളവനെ, ഹംബിളായിട്ടുള്ളവനെ കടാക്ഷിക്കുന്ന ദൈവമാണ്. KJV ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, സ്തോത്രം, ഹി റെസ്പെക്റ്റ് അൺ ടു ദ ലവ്ലി. അപ്പോൾ താഴ്മയുള്ളവനെ ബഹുമാനിക്കുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. എന്ന് കരുതി താഴ്മയുള്ളവനെ കാണുമ്പോൾ തൊഴുവെന്നല്ല, സ്തോത്രം, അവനെ ആദരിക്കുന്നൊരു ദൈവം. കാരണം ഈ ലോകം താഴ്ചയുള്ളവനെയും താഴ്മയുള്ളവനെയും തകർന്നവനെ ഒന്നും എന്ത് ചെയ്യത്തില്ല, ആദരിക്കാറില്ല. പക്ഷെ നമ്മുടെ ദൈവം സ്തോത്രം, ഈ ലോകം ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞവനാണെങ്കിലും, ലോകം എഴുതി തള്ളിയവനാണെങ്കിലും ഓർക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം.
136 സങ്കീർത്തനത്തിനകത്ത് ഒരു വാക്യം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അതിൻ്റെ മറ്റൊരു ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ ദുർസ്ഥിതിയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ ജീവിതത്തിൽ താഴ്ചയുള്ള സമയത്ത്, അത് സാമ്പത്തികമാകട്ടെ, സ്തോത്രം, ആരോഗ്യമാകട്ടെ, എന്ത് തന്നെയാണെങ്കിലും ഈ ലോകത്തിൻ്റെ ഒരു പ്രത്യേകത, താഴ്ചയുള്ളവൻ്റെ അടുത്ത് ആരും വരാറില്ല. ഉയർന്നിരിക്കുന്നവൻ്റെ പുറകെ നടക്കാനേ ആളുകളുള്ളൂ. പക്ഷെ നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ താഴ്മയുള്ളവനെ തേടി വരുന്ന ദൈവമാണ്. അവൻ താഴ്ചയുള്ളവനെ തേടി വരുന്ന ദൈവമാണ്. മനുഷ്യർ എഴുതി തള്ളിയവനെ പരിഗണിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. യാക്കോബിന് 2 ഭാര്യമാരുണ്ടായിരുന്നു, ലേയും റാഹേലും. യാക്കോബിന് ആരോടായിരുന്നു പ്രിയം? റാഹേലിനോടായിരുന്നു പ്രിയം. യാക്കോബ് ലേയെ എഴുതിത്തള്ളി, സ്തോത്രം. പക്ഷെ നമ്മുടെ ദൈവം ആരാന്നറിയാമോ? അവൻ എഴുതിത്തള്ളിയതിനെ ഒന്നാമനാക്കിയ ദൈവമാണ്. അവൻ എഴുതിത്തള്ളിയവനെ കണ്ട ദൈവമാണ്, സ്തോത്രം. റാഹേലായിരിക്കാം ഇഷ്ടഭാര്യ, പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിന് ഇഷ്ടപ്പെട്ടത് താഴ്ചയുള്ള ലേയ, സ്തോത്രം. ആ ലേയെ ആ കർത്താവ് കണ്ടതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് ഞാൻ പറയാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ആ ലേയിൽ നിന്ന് പുറത്തു വരാനായിട്ട് ഇടയായി തീർന്നു, സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ താഴ്ചയുള്ള അനുഭവം തരുന്ന എന്തിനാണെന്നറിയാമോ? നമ്മുടെ അകത്തു നിന്ന് ക്രിസ്തു വെളിപ്പെട്ട് വരാനാ, നമ്മുടെ അകത്ത് ക്രിസ്തു മഹത്വപ്പെടാനാ. ഇന്ന് രാവിലെ ഏതെങ്കിലും ഒരു താഴ്ചയുടെ അനുഭവത്തിലാണ് കടന്നു പോകുന്നതെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യ്. നീ ദൈവത്തിന് മറഞ്ഞിരിക്കുന്നവനല്ല, നീ ദൈവത്തിന് മറഞ്ഞിരിക്കുന്നവളല്ല. ദൈവം നിന്നെ കണ്ടിട്ടുണ്ട്. നിന്റെ അകത്തു നിന്ന് ക്രിസ്തുവിന് മഹത്വം വരുന്ന ഒരു അനുഭവത്തെ പുറത്തു കൊണ്ടുവരാൻ ഇന്നും മതിയായ ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. അപ്പോൾ അവൻ താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്ന ദൈവമാണ്. 7-ാം വാക്യം, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. നമ്മുടെ ദൈവം നമ്മെ റിവൈവ് ചെയ്യുന്ന ദൈവമാണ്. കഷ്ടതയുടെ താഴ്വരയിൽ കൂടെ നടന്നാലും നമ്മെ റിവൈവ് ചെയ്യുന്ന, നമ്മളെ ജീവിപ്പിക്കുന്ന, നമുക്ക് ഉദ്ധാരണം നൽകുന്ന ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. സ്തോത്രം. ഈ ലോകത്തിലെ ധനവാന്മാരും ഈ ലോകത്തിലെ സമ്പന്നന്മാരും പ്രഭുക്കന്മാരും ഒക്കെ കഷ്ടത വരുമ്പോൾ നമ്മെ വിട്ട് ഓടിപ്പോകും, നമ്മെ മറന്നുപോകും. പക്ഷെ നമ്മുടെ കർത്താവ് ഏറ്റവും അടുത്ത് നിൽക്കുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കഷ്ടതയുടെ താഴ്വരയിലാണ്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൻ്റെ വേദനയുടെ താഴ്വരയിലാണ്. അവൻ നമ്മെ കരം പിടിച്ച് നടത്തുന്ന ദൈവമാണ്, സ്തോത്രം. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും ഈ കഷ്ടത എന്നെ തീർത്ത് കളയും, ഈ കഷ്ടതയ്ക്കകത്ത് ഞാൻ ഒടുങ്ങിപ്പോകുന്നു. പക്ഷെ തിരുവചനം പറയുന്നു, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കുന്ന ദൈവമാണ്. ലാസ്റ്റ് വാക്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, സ്തോത്രം. 8-ാം വാക്യം, യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തുന്ന ദൈവമാണ്. ഗോഡ് ഈസ് ദ ഗോഡ് ഹു ഫിനിഷസ് വാട്ട് ഹി സ്റ്റാർട്ട്സ്. നമ്മുടെ ജീവിതത്തിൽ തുടങ്ങിയതിനെ അവസാനിപ്പിക്കുന്ന, പൂർത്തീകരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം നമ്മളിലൂടെ ചെയ്യുന്ന കാര്യങ്ങൾ, നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ അവൻ പൂർത്തീകരിക്കുന്ന ദൈവമാണ്, സ്തോത്രം. ഒരുപക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം കണ്ടിട്ട് നിങ്ങൾ തന്നെ ചോദിക്കുമായിരിക്കാം, ഇതിനൊരു അന്തം ഉണ്ടാകുമോ, ഇതിനൊരു ഫ്രൂട്ട്ഫുൾനെസ് ഉണ്ടാകുമോ, ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ടാകുമോ എന്നൊക്കെ ചോദിക്കാം. പക്ഷെ ദൈവമാണ് നിന്നിൽ ആ പ്രവൃത്തി ആരംഭിച്ചതെങ്കിൽ, ദൈവമാണ് നിനക്ക് ആ വാഗ്ദത്തം തന്നതെങ്കിൽ, ദൈവമാണ് ആ വിത്തിട്ടതെങ്കിൽ, ദൈവമാണ് ആ പ്രൊജക്റ്റ് നിനക്ക് കരങ്ങളിൽ ഏൽപ്പിച്ചതെങ്കിൽ, ഹി ഈസ് ഏബിൾ ടു ഫുൾഫിൽ ദാറ്റ് പ്രൊജക്റ്റ്. ആ പ്രൊജക്റ്റിനെ ഫുൾഫിൽ ചെയ്യാൻ അവൻ മതിയായ ദൈവമാണ്. ഈ ലോക ശക്തികൾ എത്ര പ്രബലന്മാരായി എഴുന്നേറ്റ് നിന്നാലും, ഈ ലോകത്തിലെ ശക്തികൾ എത്ര കൂട്ടം കൂടി വന്നാലും, നമ്മുടെ ദൈവം അത് പൂർത്തീകരിക്കുന്ന ദൈവം. ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് രക്ഷാകര പ്രവൃത്തി പൂർത്തീകരിക്കേണ്ടതിനാണ്. എന്നെ നിങ്ങളെ വീണ്ടെടുപ്പെന്നുള്ള പദ്ധതി പൂർത്തീകരിക്കേണ്ടതിനാണ്. പക്ഷെ അതിനെ മുളയിലെ നുള്ളൻ ശത്രു ഒരു പദ്ധതി ഒരുക്കി 2 വയസ്സിൽ താഴെയുള്ള ആൺകുഞ്ഞുങ്ങളെ മുഴുവൻ കൊന്നുകളയണം, സ്തോത്രം. യേശു വന്നത് ക്രൂശിക്കപ്പെടാനും ക്രൂശിലൂടെ ഒരു വിജയം നമുക്ക് നേടിത്തരാനുമാണ്, സ്തോത്രം. പക്ഷെ ശത്രു ഒരുക്കിയ പദ്ധതി ഒരു രാജാവിൻ്റെ രേഖയിലൂടെ അവനെ ശൈശവ പ്രായത്തിൽ തന്നെ തകർത്ത് കളയാനാ. പിന്നീട് അങ്ങോട്ട് യേശു കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും, പലപ്പോഴും അവനെ കല്ലെറിഞ്ഞു കൊല്ലാൻ പദ്ധതിയിട്ടു ശത്രു, അവനെ മലയിൽ കൊണ്ടുപോയി തള്ളിയിട്ട് കൊല്ലാൻ ശത്രു പദ്ധതി ഒരുക്കി. പക്ഷേ അവിടെയൊന്നും ശത്രുവിൻ്റെ പദ്ധതിക്ക് ഏൽപ്പിച്ചു കൊടുത്തവനല്ല സ്വർഗത്തിലെ ദൈവം. അവൻ ഏതുദ്ദേശവുമായി പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചോ അതിനെ പൂർത്തീകരിപ്പാൻ പിതാവ് പുത്രനെ ബലപ്പെടുത്തിയെങ്കിൽ ഇന്ന് രാവിലെ അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അവൻ്റെ മക്കളാകുന്ന നമ്മളോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ, ദൈവത്തിൻ്റെ ആലോചനകളെ, ദൈവസഭയോടുള്ള ദൈവത്തിൻ്റെ നീതിയെ അവൻ പൂർത്തീകരിപ്പാൻ വിശ്വസ്തനായ ദൈവമാണ്. ഈ ലോകശക്തികളോ ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരോ എത്ര ശക്തന്മാരായി പ്രബലന്മാരായി നമുക്ക് നേരെ എഴുന്നേറ്റ് വന്നാലും ഇന്ന് രാവിലെ വിശ്വസിക്കണം, എന്നോട് കൂടെയുള്ളവൻ ലോകത്തെക്കാൾ വലിയവനാണ്, ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്, അവൻ സർവശക്തനാണ്. അവൻ എന്നിൽ ആരംഭിച്ച പ്രവൃത്തിയെ പൂർത്തീകരിപ്പാൻ വിശ്വസ്തനായ ദൈവം. ഈ ക്വാളിറ്റികളെ അവൻ എപ്പോഴും അയവിറക്കിക്കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ നമുക്ക് കഴിയട്ടെ. ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.